ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. PSC, SSC തുടങ്ങി ഏതൊരു മത്സര പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയി ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുണ്ട്. ഈ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. കുറച്ച് സമയം, ഒരു 5-10 മിനിറ്റ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഏതൊരു പരീക്ഷയ്ക്കും ഏറ്റവും കുറഞ്ഞത് 1 മാർക്കും, എന്നാൽ കൂടുതൽ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ചില ചാപ്റ്റേഴ്സുകളുണ്ട്. അതിലൊരു ചാപ്റ്ററാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടീഷണൽ സെന്റൻസസ് അഥവാ ഇഫ് ക്ലാസ് ആൻഡ് മെയിൻ ക്ലാസ് ആണ്. അതിന്റെ മറ്റൊരു പേര് അൺലൈക്ലി കണ്ടീഷൻസ് എന്നാണ്. 3 പേരിലാണ് അത് അറിയപ്പെടുന്നത്. കണ്ടീഷണൽ സെന്റൻസസ്, ഇഫ് ക്ലാസ് ആൻഡ് മെയിൻ ക്ലാസ്, അല്ലെങ്കിൽ അതിന് അൺലൈക്ലി കണ്ടീഷൻസ് എന്ന് വിളിക്കും. അപ്പൊ എന്താണ് ഈ അൺലൈക്ലി കണ്ടീഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ കേസിൽ കണ്ടീഷണൽ സെന്റൻസസ് ആർ ഓഫ് 3 ടൈപ്സ്. 3 ടൈപ്സിലാണ് കണ്ടീഷണൽ സെന്റൻസസ് പ്രസന്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കേസിൽ പ്രോബബിൾ കണ്ടീഷൻ, നമ്പർ 2 ഇംപ്രോബബിൾ കണ്ടീഷൻ, നമ്പർ 3 ഇംപോസിബിൾ കണ്ടീഷൻ. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണ് നമുക്കുള്ളത്. നമ്പർ 1 പ്രോബബിൾ കണ്ടീഷൻ, നമ്പർ 2 ഇംപ്രോബബിൾ കണ്ടീഷൻ ആൻഡ് നമ്പർ 3 ഇംപോസിബിൾ കണ്ടീഷൻസ്. അപ്പൊ അതില് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോബബിൾ കണ്ടീഷനാണ്. അപ്പൊ എന്താണ് ഈ പ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്? സാധാരണ കേസിൽ പ്രോബബിൾ കണ്ടീഷൻ സിമ്പിൾ പ്രസന്റിലാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു സെന്റൻസിനകത്ത് 2 ക്ലാസുകൾ ഉണ്ടായിരിക്കും. ഈ അൺലൈക്ലി കണ്ടീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സെന്റൻസ് നമുക്ക് തന്നിരുന്നാൽ ആ സെന്റൻസിൽ നമുക്ക് 2 ഭാഗങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കും. അതിൽ ഒരു ക്ലാസ് ഇഫ് ക്ലാസ് ആയിരിക്കും, മറ്റൊരു ക്ലാസ് മെയിൻ ക്ലാസ് ആയിരിക്കും. അപ്പൊ ഇഫ് ചേർന്ന് വരുന്ന ക്ലാസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇഫ് ക്ലാസ് എന്നും ബാക്കിയുള്ളതിനെ വിളിക്കുന്ന പേര് മെയിൻ ക്ലാസ് എന്നുമാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ ഈ പ്രോബബിൾ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിള്, ദ ഇഫ് ക്ലാസ് ഈസ് ഇൻ പ്രസന്റ് ടെൻസ്. ഇഫ് ക്ലാസ് പ്രസന്റ് ടെൻസിലാണ് എങ്കിൽ ദ മെയിൻ ക്ലാസ് വിൽ ഹാവ് വിൽ, ഷാൽ, ക്യാൻ, മേ എക്സെട്ര. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പ്രോബബിൾ കണ്ടീഷൻ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് ക്ലാസ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ മെയിൻ ക്ലാസ്സിൽ നിർബന്ധമായിട്ടും വില്ലെന്നോ ഷാലെന്നോ ക്യാനെന്നോ മേ എന്നോ ഉണ്ടായിരിക്കണം. ഇതൊന്ന് തിരിച്ചു പറഞ്ഞാലോ, ഒരു പ്രോബബിൾ കണ്ടീഷനിൽ അവിടെ മെയിൻ ക്ലാസ്സിൽ വില്ലെന്നോ ഷാലെന്നോ ക്യാനെന്നോ മേയെന്നോ ഉണ്ട് എങ്കിൽ ഇഫ് ക്ലാസ് തീർച്ചയായും പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേര് പ്രോബബിൾ കണ്ടീഷൻ എന്നാണ്. നമുക്കൊന്നുകൂടെ വ്യക്തമായി പറയാം. ദ ഇഫ് ക്ലാസ് ഈസ് ഇൻ പ്രസന്റ് ടെൻസ്, ദ മെയിൻ ക്ലാസ് വിൽ ഹാവ് വിൽ, ഷാൽ, ക്യാൻ, മേ എക്സെട്ര. ഇഫ് ക്ലാസ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ തീർച്ചയായും മെയിൻ ക്ലാസ്സിൽ വില്ലെന്നോ ഷാലെന്നോ ക്യാനെന്നോ മേയെന്നോ കണ്ടിരിക്കും, അല്ലെങ്കിൽ കാണിക്കണം. നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. ഇഫ് യു സ്റ്റഡി യു ഡാഷ് പാസ്. ഇതാണ് നമ്മുടെ സെന്റൻസ് എന്ന് പറയുന്നത്. ഇഫ് യു സ്റ്റഡി, നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കുമെന്നാണ്. സോ ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. അതാണ് നമ്മുടെ ആൻസർ. ഇവിടെ പ്രസന്റ് ടെൻസ് ആണ് ഇഫ് ക്ലാസ് എന്ന് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ വിൽ ചേർത്തു. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. അതാണ് സെന്റൻസ് എന്ന് പറയുന്നത്. മറ്റൊരു സെന്റൻസ് നമുക്ക് നോക്കാം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. നിങ്ങൾ നന്നായി ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ജയിക്കുമെന്നാണ്. അപ്പൊ ഇതിനെ, ഈ കണ്ടീഷൻ വിളിക്കുന്ന പേര് പ്രോബബിൾ കണ്ടീഷൻ എന്നാണ്. The if class is in present tense, the main class will have will, shall, can, may, etc. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് if you study you will pass, if you work hard you will pass. ഇതാണ് പ്രോബബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ വിളിക്കുന്ന പേര് ഇംപ്രോബബിൾ കണ്ടീഷൻ എന്നാണ്. അപ്പൊ ഇംപ്രോബബിൾ കണ്ടീഷൻ പ്രസന്റ് ചെയ്യുന്ന എപ്പോഴും നമുക്ക് പാസ്റ്റ് ടെൻസിലാണ്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? അതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇഫ് ക്ലാസ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്, ദ മെയിൻ ക്ലാസ് വിൽ ഹാവ് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് എക്സെട്ര. നേരത്തെ പറഞ്ഞതിന്റെ പാസ്റ്റ് ടെൻസ് ആക്കിയാൽ മതി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇംപ്രോബബിൾ കണ്ടീഷനിൽ ഇഫ് ക്ലാസ് ഈസ് ഇൻ പാസ്റ്റ് ടെൻസ്, ഇഫ് ക്ലാസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ സോ ദ മെയിൻ ക്ലാസ് വിൽ ഹാവ്, മെയിൻ ക്ലാസ്സിനകത്ത് ഇത് ഉണ്ടായിരിക്കും. വുഡെന്നോ ഷുഡെന്നോ കുഡെന്നോ മൈറ്റെന്നോ ഉണ്ടായിരിക്കും. ഇതാണ് ഇംപ്രോബബിൾ കണ്ടീഷൻ. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഇൻവൈറ്റഡ് ഹെർ ഷീ വുഡ് കം. ഇൻവൈറ്റഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇഫ് ക്ലാസ് പാസ്റ്റ് ടെൻസിലാണ്, ദെൻ മെയിൻ ക്ലാസ് അവിടെ എന്തായിരിക്കണം? വുഡ് ആയിരിക്കണം. അപ്പൊ എങ്ങനെ പറഞ്ഞു? ഇഫ് യു ഇൻവൈറ്റഡ് ഹെർ ഷീ വുഡ് കം. രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു, വേറെ എക്സാമ്പിൾ നോക്കൂ. ഇഫ് യു വർക്ക്ഡ് ഹാർഡ് യു ഷുഡ് പാസ്.
നിങ്ങൾ നന്നായി വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ ചെയ്യുകയായിരുന്നെങ്കിൽ നിങ്ങൾ പാസ്സായേനെ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതാണ് ഇംപ്രോബബിൾ കണ്ടീഷൻ അഥവാ അൺലൈക്ലി കണ്ടീഷന്റെ രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കേസിൽ ഇംപോസിബിൾ കണ്ടീഷനാണ്. എന്താ ഇംപോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്? ഇത് സാധാരണ കേസിൽ പാസ്റ്റ് പെർഫെക്റ്റിലാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇഫ് ക്ലാസ് ഈസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ്, ഇഫ് ക്ലാസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ദ മെയിൻ ക്ലാസ് വിൽ കണ്ടെയ്ൻ, മെയിൻ ക്ലാസ്സിനകത്ത് എന്തുണ്ടായിരിക്കണം? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് എക്സെട്ര. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇഫ് ക്ലാസ് ഈസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ദ മെയിൻ ക്ലാസ് വിൽ ഹാവ് വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് ആൻഡ് മൈറ്റ് ഹാവ്. ഇതുണ്ടായിരിക്കണം എന്നാണ്. നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് ഹി വുഡ് ഹാവ് പാസ്ഡ്. അതാണ് ആ ചോദ്യം. ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് ഹി വുഡ് ഹാവ് പാസ്ഡ്. വേറെ ചോദ്യം നോക്കൂ നിങ്ങൾ. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് കം. നിങ്ങൾ എന്നെ വിളിക്കുകയായിരുന്നെങ്കിൽ ഞാൻ വന്നേനെ എന്നാണ്. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് കം. ഇതാണ് 3 കണ്ടീഷൻ എന്ന് പറയുന്നത്. പ്രോബബിൾ കണ്ടീഷൻ, ഇംപ്രോബബിൾ കണ്ടീഷൻ, ദെൻ ഇംപോസിബിൾ കണ്ടീഷൻ. പ്രോബബിൾ കണ്ടീഷൻ തീർച്ചയായിട്ടും പ്രസന്റ് ടെൻസിലായിരിക്കും. അതുപോലെ ഇംപ്രോബബിൾ കണ്ടീഷൻ പാസ്റ്റ് ടെൻസിലായിരിക്കും. ഇംപോസിബിൾ കണ്ടീഷൻ പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും. ഇതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടീഷണൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കേസ്. ഈസി ആയിട്ട് നമുക്ക് 1 മാർക്ക്, ഏറ്റവും കുറഞ്ഞത് അതിൽ കൂടുതൽ മാർക്ക് എത്ര വേണമെങ്കിലും ആവാം. ഏതൊരു പരീക്ഷയ്ക്കും ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് നിങ്ങളിത് കാണണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക്